രോഹിത്, വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു നിലമ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക്. വെൽഫെയർ പാർട്ടി ചെയ്തിരിക്കുന്നത് ഒരു പിന്തുണ പ്രഖ്യാപിക്കൽ മാത്രമാണോ? അല്ല, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി മാത്രമല്ല, കേരളത്തിലെ 3.25 കോടിയിൽ പരം വരുന്ന ജനങ്ങളുടെ മനസ്സും ഹൃദയമൊക്കെ UDFന് അനുകൂലമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഈ നിയോജക മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ, സംഘടനകൾ, അത് വെൽഫെയർ പാർട്ടി ഉൾപ്പെടുന്ന ആളുകളാണ്. അവരെല്ലാവരും ഈ തെരഞ്ഞെടുപ്പിനകത്ത് കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെതിരെ ഒരു മറുപടി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് UDF ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. അവിടെ വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടാകും. പക്ഷെ അതിലൊരു രാഷ്ട്രീയ ബാന്ധവമാണ്. നാളെ ഐക്യജനാധിപത്യ മുന്നണിയും വെൽഫെയർ പാർട്ടിയും ഒരുമിച്ച് നിൽക്കാൻ പോകുന്നു എന്ന് പറയുന്ന തരത്തിലേക്കുള്ള വ്യാഖ്യാനങ്ങളൊന്നും വേണ്ട. വെൽഫെയർ പാർട്ടിക്ക് തോന്നിയത് അവർ ഈ 9 വർഷക്കാലം ഒരു ഗവൺമെൻറ്റിനെ വിലയിരുത്തി ആ ഗവൺമെൻറ് ജനവിരുദ്ധ സമീപനങ്ങളാണ് അടിച്ചേൽപ്പിക്കുന്നത്. പോലീസിൽ ഉൾപ്പെടെ ഗവൺമെൻറ്റിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള RSS വൽക്കരണം നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ഒരു മറുപടി കൊടുക്കണം. അതിന് കൊടുക്കാൻ സാധിക്കുന്ന ഒരു ശക്തി എന്ന് പറയുന്നത് UDF ആണ്. അപ്പോൾ അവർ UDFന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുന്നു. അല്ല, മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. പക്ഷേ ഇങ്ങനെ ഒരു പിന്തുണ വരുമ്പോൾ എന്തുകൊണ്ട് ഇവർ പിന്തുണ തരുന്നു എന്നൊക്കെയുള്ള തരത്തിൽ ചോദ്യങ്ങൾ രാഷ്ട്രീയ നേതാക്കളോട് ഉയരും. മാധ്യമപ്രവർത്തകരിൽ നിന്നാണ് അത് പലപ്പോഴും ഉയരുക. അങ്ങനെ വന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് സതീശൻ ചെയ്തത് വെൽഫെയർ പാർട്ടി അതിൻ്റെ പ്രഭവ കേന്ദ്രമായ, അതിൻ്റെ ആവേശ കേന്ദ്രമായ ജമാഅത്തെ ഇസ്ലാമി അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു കഴിഞ്ഞു എന്നൊരു പ്രസ്താവനയാണ് നടത്തിയത്. ഞങ്ങൾക്കൊരു കൂട്ടർ പിന്തുണ നൽകുന്നു, അതിൻ്റെ സാഹചര്യം ഇതാണ് എന്നിപ്പോൾ താങ്കൾ വിശദീകരിച്ചതുപോലെ വിശദീകരിക്കാതെ അതോടൊപ്പം കൂട്ടിച്ചേർത്ത് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന ഇവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു കഴിഞ്ഞു എന്നാണ്. അസ്ഥാനത്തല്ലേ അമിതമായൊരു താല്പര്യത്തോടു കൂടി, അമിതമായൊരു ആവേശത്തോടു കൂടി പിന്തുണച്ചവരെ പ്രകീർത്തിക്കുന്നൊരു സമീപനം അല്ലേ ഉണ്ടായത്? ആ പ്രസ്താവന താങ്കളും ഏറ്റെടുക്കുന്നുണ്ടോ? മതരാഷ്ട്രീയവാദം വെൽഫെയർ പാർട്ടിയും അല്ലെങ്കിൽ ഒപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയും ഉപേക്ഷിച്ച് കഴിഞ്ഞു എന്നൊരു നിലപാട് താങ്കൾക്കുണ്ടോ, കോൺഗ്രസിനുണ്ടോ, UDFനുണ്ടോ? അല്ല, അത്തരം വിഷയങ്ങളൊക്കെ വലിയ ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ വെൽഫെയർ പാർട്ടി അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഈ ചോദിക്കുന്ന ഇത്തരം ഒരു ചോദ്യം ചോദിക്കാൻ ധാർമ്മികപരമായിട്ട് LDFന് അവകാശമുണ്ടോ? ഈ വെൽഫെയർ പാർട്ടിയുമായിട്ട് LDFന്റെ ചോദ്യങ്ങൾക്ക് താങ്കൾ മറുപടി പറയണ്ട, സമൂഹത്തിൽ ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. അല്ല ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ വേണമെങ്കിൽ ഇന്നലെ നടന്ന ചർച്ചയുടെ ഒരു വീഡിയോ ഞാൻ വേണമെങ്കിൽ ഇവിടെ പങ്കുവയ്ക്കാം. 2015 മുതൽ ഈ വെൽഫെയർ പാർട്ടി KA ഷഫീഖ് എന്ന് പറയുന്ന അന്ന് ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്ത വെൽഫെയർ പാർട്ടിയുടെ നേതാവ് ഇടതുപക്ഷത്തെ ഏതൊക്കെ നേതാക്കന്മാരുമായി എവിടെയൊക്കെ വെച്ച് ചർച്ച നടത്തിയെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അപ്പൊ അന്നൊന്നും നിങ്ങൾക്ക് ഈ വാദം ഇല്ല, ഇടതുപക്ഷത്തിന് ഈ വാദം ഇല്ല. അപ്പൊ അന്ന് വെൽഫെയർ പാർട്ടി താങ്കളുടെ നിലപാട് അതിൽ ഒരു കാര്യം തന്നെയാണ് രോഹിത്. വെൽഫെയർ പാർട്ടിയുമായിട്ട് ആരൊക്കെ സഹകരിച്ചു എന്നല്ല ഇവിടെ ഉയരുന്ന ചോദ്യം. കേൾക്കൂ. എന്റെ ചോദ്യം ഇതാണ്, വെൽഫെയർ പാർട്ടിയുമായിട്ട് ആരൊക്കെ എവിടെയൊക്കെ സഹകരിച്ചു എന്നുള്ളതല്ല. വെൽഫെയർ പാർട്ടിയെയും ജമാഅത്തെ ഇസ്ലാമിയെയും മതരാഷ്ട്ര നിലപാടിൽ നിന്ന് വിമുക്തമാക്കിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്താവന കേരളത്തിൽ ഇതിനു മുമ്പ് ഉയർന്നിട്ടില്ല. അഭൂതപൂർവമായ ആ പ്രസ്താവന ഉയർന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നാവിൽ നിന്നാണ്. ആ പ്രസ്താവനയിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? കോൺഗ്രസ് അതിനോടൊപ്പം ഉണ്ടോ? UDFന്റെ നിലപാട് തന്നെയാണോ അത് എന്നതായിരുന്നു ചോദ്യം. മറ്റെന്തെങ്കിലും പറയാനുള്ളത് അത് താങ്കൾക്ക് കൂട്ടിച്ചേർക്കാം. ഇതിനുത്തരം പറഞ്ഞുകൊണ്ട് രോഹിതന് അക്കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നിങ്ങൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് അതിന് ഞാൻ ആൻസർ പറയാന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അടുത്ത ഗസ്റ്റിലേക്ക് പോകുന്നു. താങ്കൾ അക്കാര്യത്തിൽ പറയുന്നില്ല.